എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അനലൈസിങ് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ കൊടുത്ത 4 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കാം. ആദ്യത്തേത് ജിൻഡാൽ സ്റ്റീലാണ്. ജിൻഡാൽ സ്റ്റീൽ 586 ബൈ എൻട്രി. നമുക്കിവിടെ 617 വരെ പോയിട്ടുണ്ട്. പക്ഷേ ഓപ്പൺ ചെയ്തത് 613 ലോ 606 നമുക്ക് 586 എൻട്രി ആയതുകൊണ്ട് അതിൽ എൻട്രി ലഭിച്ചിട്ടില്ല. രണ്ടാമത്തേത് മാക്സ് ഹെൽത്ത് 966 പറഞ്ഞിരുന്നത്. ഇന്നലെ ഓപ്പൺ ചെയ്തത് 958 ശേഷം 960 വരെ പോയി താഴേക്ക് വരികയായിരുന്നു. അതുകൊണ്ട് അതിലും ഇന്നലെ ഒരു എൻട്രി ലഭിച്ചിട്ടില്ല. മറ്റൊന്ന് ടാറ്റ കമ്മ്യൂണിക്കേഷനാണ്. 1895 ഇന്നലെ ഓപ്പൺ ചെയ്ത് 1894 അവിടുന്ന് അങ്ങോട്ട് 1895 ജസ്റ്റ് ടച്ച് ചെയ്ത് താഴേക്ക് വരികയായിരുന്നു. അതിലും ഇന്നലെ ഒരു എൻട്രി ലഭിച്ചിട്ടില്ല. മറ്റൊന്ന് ടെക്കം 1546 1545 ഓപ്പൺ ചെയ്തു 1554 വരെ പോയിട്ടുണ്ട്. നമുക്കതിലൊരു എൻട്രി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് നമ്മൾ ടാറ്റ കമ്മ്യൂണിക്കേഷൻ സെൽ എൻട്രി കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1870. നമുക്ക് ഇന്നലെ 1863 വരെ ലോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നാളേക്കുള്ള 4 സ്റ്റോക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തേത് പ്രസ്റ്റീജാണ്. 15 മിനിറ്റ് ക്യാൻഡിൽ നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1910 ഒരു ബൈ എൻട്രി പോസിബിളാണ്. 1895 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1925 അതേപോലെ 1932 എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ്. 1910 എൻട്രി, 1895 സ്റ്റോപ്പ് ലോസ്, 1925 1932 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അടുത്തത് ACC ആണ്. ACCയിൽ നമുക്കൊരു സെൽ എൻട്രിയാണ് പോസിബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിന്നും സെൽ ചെയ്യാം. 2567 നിർത്താൽ മതി. 2567 സ്റ്റോപ്പ് ലോസ് 2579 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം കേട്ടോ. 2579 സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് വന്നിട്ട് ഇവിടെ ഒരു ടാർഗറ്റ് വയ്ക്കുക 2551. അടുത്തത് 2500 ഈ ഒരു സിംഗിൾ വയ്ക്കാൻ മതി. 2540 41 2567 സെൽ ചെയ്യാം. 2579 സ്റ്റോപ്പ് ലോസ്, 2551 2542 41 എന്നിങ്ങനെ ടാർഗറ്റും വയ്ക്കാവുന്നതാണ്. അടുത്തത് M&M ഫിനാൻസ് ആണ്. M&M ഫിനാൻസിൽ നാളെ ഈ ഒരു ലൈന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നാളത്തെ പരിശ്രമമായിട്ട് വേണം കാണാൻ. ഇവിടെ എല്ലാം നമുക്ക് താഴത്തേക്ക് വരികയാണ് ചെയ്ത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു ഏരിയ. പക്ഷേ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇന്നലെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി മേലെ ബ്രേക്ക് ചെയ്തതിന് ശേഷം എടുത്താൽ മതി. 306.50 എടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ 305 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1.5 പോയിൻ്റ് കേട്ടോ. ടാർഗറ്റ് ഇവിടെ വയ്ക്കാം 308. അടുത്ത ടാർഗറ്റ് ഇതിൻ്റെ എൻഡിൽ 310. ഓക്കെ, 306.50 ബൈ എൻട്രി, 305 സ്റ്റോപ്പ് ലോസ്, 308 310 എന്നിങ്ങനെ ടാർഗറ്റും വയ്ക്കാവുന്നതാണ് M&M ഫിനാൻസിൽ. അടുത്തത് നമുക്ക് ക്രോംപ്ടൺ ഗ്രീവ്സ് ആണ്. ക്രോംപ്ടൺ ഗ്രീവ്സിൽ നമുക്ക് സെൽ എൻട്രിയാണ് നല്ലത്. ഈ ഒരു ട്രെൻഡ് ലൈനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഈ ലൈന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 400 ഇപ്പോൾ സ്പോട്ട് റേറ്റ് വന്നിട്ട് ഇന്നലെ ലോ ക്രിയേറ്റ് ചെയ്ത് 426 താഴെയാണ്. നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 424 ഇവിടെ നിന്ന് എടുത്താൽ മതി. 424 സെൽ എൻട്രി എടുക്കുക. ഈ സിംഗിളിൽ നിന്ന് സെൽ എൻട്രി 424 കേട്ടോ. 424 സെൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു 4 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. 428 ടാർഗറ്റ്, ഇതിലൊരു ടാർഗറ്റ് വയ്ക്കുക 420. അതിനും താഴെ വരികയാണെങ്കിൽ 418 വയ്ക്കുക. 418. ഓക്കെ, ക്രോംപ്ടൺ ഗ്രീവ്സിൽ 424 സെൽ എൻട്രി, 428 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 420 418 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്.
ഒരു നല്ല സെല്ലിംഗ് പ്രഷർ വന്നാൽ മാർക്കറ്റിൽ നല്ല സെല്ലിംഗ് പ്രഷർ വന്നാൽ സ്റ്റോക്കുകളൊക്കെ നല്ല സെല്ലിംഗ് സെൻറ്റിമെൻറ്റ്സിലായിരിക്കും. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻസ് ചെയ്തുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ട്രേഡുകൾ എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ബൈ.